വെൽക്കം ടു മെഡ്ഹെഡ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്ലോ ആൽക്കീൻസ് ആണ് കേട്ടോ. സോ ഭയങ്കര ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്, ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ബേസിക്കലി ഇൻട്രൊഡക്ഷൻ ഓഫ് സൈക്ലോ ആൽക്കീൻസ് ആണ്. എന്താണ് സൈക്ലോ ആൽക്കീൻസ്? സോ സൈക്ലോ ആൽക്കീൻസ് എന്ന് പറയുന്നത് സൈക്ലോ പാരഫിൻസ് എന്നും പറയാറുണ്ട് എന്നുള്ളതാണ്. സോ ഈ സൈക്ലോ ആൽക്കീൻസ് എന്ന് പറയുന്നത് അലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് അതിൽ ഒരു അലിഫാറ്റിക്കും ഒരു സൈക്ലിക് ഗ്രൂപ്പും ഉണ്ടായിരിക്കും. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു അലിഫാറ്റിക്കും ഒരു സൈക്ലിക് കോമ്പൗണ്ടും ഉണ്ടായിരിക്കും. സോ ഇത് ഏകദേശം ആൽക്കീൻസിനെ പോലെ തന്നെ സിമിലർ ആണ് എന്നുള്ളതാണ് കേട്ടോ. സോ ബേസിക്കലി ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ബേസിക്കലി നോക്കേണ്ടത് സൈക്ലോ ആൽക്കീൻസ് ഓൾസോ കാൾഡ് സൈക്ലോ പാരഫിൻസ് എന്ന് പറയാറുണ്ട്. സോ ഇത് അലിസൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. അതായത് ഒരു അലിഫാറ്റിക്കും ഒരു സൈക്ലിക് കോമ്പൗണ്ടും ഉണ്ട് എന്നുള്ളതാണ്, രണ്ടും ഒരുമിച്ചുണ്ട് എന്നുള്ളതാണ്. സോ ഒരു സ്റ്റേബിൾഡ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ലെസ് റിയാക്റ്റീവ് ആയിരിക്കും. ഹൈലി റിയാക്റ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സ്റ്റേബിൾ ആണെന്ന് പറയാറില്ല. സോ അതായത് ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ കോമ്പൗണ്ട് അത് കെമിക്കലി സ്റ്റേബിൾ ആണ് എന്ന് പറയുന്നത് അതിൻ്റെ കെമിക്കൽ റിയാക്ടിവിറ്റി വെച്ചിട്ടായിരിക്കും പറയുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ സൈക്ലോ ആൽക്കീൻസിന് കുറച്ച് തിയറീസ് ഉണ്ട്. അതായത് ബേയേഴ്സ് സ്ട്രെയിൻ തിയറി, സാക്സ്-മോക്ക് കൺസെപ്റ്റ് ആൻഡ് കൗസൻ ആൻഡ് മോർഫിറ്റ്സ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് 3 തിയറീസ് പറയുന്നുണ്ട്. ബേയേഴ്സ് സ്ട്രെയിൻ തിയറി, സാക്സ്-മോക്ക് കൺസെപ്റ്റ് ആൻഡ് കൗസൻ ആൻഡ് മോർഫിറ്റ്സ് മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞ് 3 തിയറീസ് കൺസെപ്റ്റുകൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഓഫ് സൈക്ലോ ആൽക്കീൻസ് വെച്ച് പറയുന്നുണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന അഡോൾഫ് വോൺ ബേയേഴ്സ്, അതായത് ബേയേഴ്സ് തിയറിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. പുള്ളിക്കാരനാണ് ആദ്യമായിട്ട് ഈ സൈക്ലോ ആൽക്കീൻസിന്റെ സ്റ്റെബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ പറഞ്ഞത് കേട്ടോ. സോ നമുക്കിവിടെ ശ്രദ്ധിക്കാം, സൈക്ലോ ആൽക്കീൻസ് എന്ന് പറയുന്നത് സാച്ചുറേറ്റ് കോമ്പൗണ്ട്സ് ആണ്. സൈക്ലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റ് കോമ്പൗണ്ട്സ് ആണ്. അതായത് ഓൾ കാർബൺ ഷുഡ് ഹാവ് നോർമൽ ടെട്രാഹെഡ്രൽ ആംഗിൾ ഓഫ് 109.5 ഡിഗ്രി. അതായത് ഇതിനകത്ത് പറയുന്ന എല്ലാ കാർബൺസിൻ്റെയും ആംഗിൾസ് എന്ന് പറയുന്നത് 109.5 ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ്. സോ സൈക്ലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ സാച്ചുറേറ്റ് കോമ്പൗണ്ട്സ് ആണ്, മനസ്സിലാക്കുക. ഇനി അതുമാത്രമല്ല, എനി ഡീവിയേഷൻ ഓഫ് ബോണ്ട് ആംഗിൾ, അതായത് ഈ പറഞ്ഞ 109 നിന്ന് ഏതെങ്കിലും തരത്തിൽ ഡീവിയേഷൻ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇമ്പോസ് എ കണ്ടീഷൻ ഓഫ് ഇന്റേണൽ സ്ട്രെയിൻ ഓൺ റൈറ്റ് കോൾഡ് ആംഗിൾ സ്ട്രെയിൻ. അതായത് ഇതിനകത്ത് തന്നെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുകയും ഈ റിങ്ങിനകത്ത് തന്നെ ഒരു സ്ട്രെയിൻ ഉണ്ടാവുകയും അതിനെയാണ് നമ്മൾ ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയുക. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് 109.5 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ആംഗിൾ ഉണ്ട് എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ഇതിനകത്ത് ഈ ഒരു ആംഗിളിനകത്ത് ഏതെങ്കിലും തരത്തിൽ ഒരു മാറ്റം ഉണ്ടാവുകയാണ്, ഡീവിയേഷൻ വരികയാണ്, ബോണ്ട് ആംഗിൾ ഡീവിയേഷൻ വരികയാണെങ്കിൽ ഇവിടെ എന്തുണ്ടാവുന്നു? ആംഗിൾ സ്ട്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം, പ്രതിഭാസം ഉണ്ടാകുന്നു എന്നുള്ളത് രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു. മോർ ദ വാല്യൂ ഓഫ് ആംഗിൾ സ്ട്രെയിൻ ലെസ് സ്റ്റേബിൾ ദ കോമ്പൗണ്ട് ഈസ്. അതായത് ഈ ആംഗിൾ സ്ട്രെയിൻ്റെ വാല്യൂ കൂടുകയാണ് എന്നുണ്ടെങ്കിൽ, മോർ ദ വാല്യൂ ഓഫ് ആംഗിൾ സ്ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കുറയുന്നു എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി കുറയുന്നു എന്ന് വെച്ചാൽ മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അതുമാത്രമല്ല, ഹി അസ്യൂം ദാറ്റ് സൈക്ലോ ആൽക്കീൻസ് ആർ ഫ്ലാറ്റ് ആൻഡ് കോപ്ലാനാർ, ദാറ്റ് മീൻസ് ദേ ഹാവ് 2 dimensional ആൻഡ് പ്രസന്റ് ഇൻ 1 plane. അതായത് പുള്ളിക്കാരൻ പറഞ്ഞു അല്ലെങ്കിൽ അസ്യൂം ചെയ്തു സൈക്ലോ ആൽക്കീൻസ് എന്ന് പറയുന്നത് ഫ്ലാറ്റുമാണ് ആൻഡ് കോപ്ലാനാറുമാണ്. അതായത് ഓൺലി 2 dimension മാത്രമേ എന്തുള്ളൂ? സൈക്ലോ ആൽക്കീൻസിനുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒരു പ്ലെയിനിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയേ പറഞ്ഞുള്ളൂ ബേയേഴ്സ്. ഒന്ന് 109 പറഞ്ഞു, എനി ഡീവിയേഷൻ ഓൺ 109 മീൻസ് ആംഗിൾ സ്ട്രെയിൻ ആണ്. അതുമാത്രമല്ല, മോർ വാല്യൂ ആണെങ്കിൽ ലെസ് സ്റ്റേബിൾ ആയിരിക്കും. ആൻഡ് സൈക്ലോ ആൽക്കീൻസ് ആർ കോൾഡ് എസ് ഇൻ എ 2 dimension ഓൺ എ പ്ലെയിൻ എന്നും പറഞ്ഞു എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സൈക്ലോ പ്രൊപ്പൈൻ്റെ കാര്യമാണ്. സോ സൈക്ലോ പ്രൊപ്പൈൻ എന്ന് പറയുന്നത് സൈക്ലോ ആണ് അല്ലെ, റിംഗ് സ്ട്രക്ചർ പോലെയാണ് ഇരിക്കുന്നത്. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ് ഇരിപ്പുള്ളത്. 3 കാർബൺ ഉണ്ട്, കാർബൺ വിത്ത് ബോണ്ട് ആംഗിൾ ഓഫ് 60 ഡിഗ്രി. ഇവിടെ നോക്കിയേ, മേലൊരു കാർബൺ, താഴെ കാർബൺ, 3 കാർബൺ ഉണ്ട്. ഇതിന്റെ ബോണ്ട് ആംഗിൾ എത്രയാണ്? 60 ആണ് എന്നുള്ളതാണ്. കണ്ടോ, ബോണ്ട് ആംഗിൾ എത്രയാണ്? 60 ആണ് എന്നുള്ളതാണ്. ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഇനി ദിസ് ഇംപ്ലൈ ദാറ്റ് നോർമൽ ടെട്രാഹെഡ്രൽ ആംഗിൾ ഓഫ് 109 ബിറ്റ്വീൻ എനി 2 ബോണ്ട് ഈസ് കംപ്രൈസ് ടു 60. അതായത് നമ്മൾ സാധാരണ ഒരു ടെട്രാഹെഡ്രൽ എന്ന് പറയുന്നത് 109 ആണെങ്കിൽ
ഇവിടെ എത്രയാണ് വന്നിട്ടുള്ളത്? 60 മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. നോർമലി എത്ര വരണം? 109 ആണ് വരേണ്ടതെങ്കിൽ ഇവിടെ എത്രയേ വന്നിട്ടുള്ളൂ? 60 വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഇത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ആൻഡ് ഈച്ച് ഓഫ് ദ ടു ബോണ്ട് involved in pulling in by half is equal to 24 degree 4. The value 24 degree 44 then represents the angle strain or deviation through which each bond bend from the normal tetrahedral direction. അതായത് നമുക്ക് നോർമലി 109 ആയിരിക്കണം. എന്നാൽ ഇവിടെ 24 ഡിഗ്രി 44 ഒരു ഡീവിയേഷൻ കാണിക്കുന്നുണ്ട്. അത് 109 ആകാതെ 60 ആയിരിക്കണമെങ്കിൽ 10 മൈനസ് 24 ഡിഗ്രി 44 മൈനസ് ആയിട്ട് 60 ആയിട്ടായിരിക്കണം. ദാറ്റ് മീൻസ് ഇവിടെ എന്തുണ്ട്? ഒരു ഡീവിയേഷൻ വന്നിട്ടുണ്ട്. അല്ലെ, ഇത്രയും ഡീവിയേഷൻ നോർമലി ഇങ്ങനെയാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ നിന്ന് അകത്തേക്ക് പുള്ളി ചെയ്ത് ഒരു 24 ഡിഗ്രി അകത്തേക്ക് പുള്ളി ചെയ്ത് രണ്ട് ഭാഗവും പുള്ളി ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു 60 ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എന്ത് നടക്കുന്നുണ്ട്? ഡീവിയേഷൻ വന്നു. അതിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആംഗിൾ സ്ട്രെയിൻ ആണെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഡീവിയേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ സൈക്ലോപ്രോപ്പൈൻ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇനി സൈക്ലോബ്യൂട്ടൻ ആണെങ്കിലോ? സൈക്ലോബ്യൂട്ടൻ ആണെങ്കിൽ 4 കാർബൺ ആറ്റമാണ് അവിടെ ഒരു സ്ക്വയർ ആയിട്ടിരിക്കുന്നത്. സോ സി ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അവിടെ സ്ട്രെയിൻ എന്ന് വെച്ചാൽ 9 ഡിഗ്രി 44 ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോന്ന് എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സൈക്ലോപെൻറ്റീൻ ആണെങ്കിൽ 0.0044 ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോന്നിൻ്റെ എക്സാമ്പിൾ മാത്രം നോക്കിയാൽ മതിയാകും. സോ സൈക്ലോബ്യൂട്ടൈൻ ആണെങ്കിൽ എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് സൈക്ലോപെൻറ്റീൻ ആണെങ്കിൽ 108 ആയിരിക്കും. ആൻഡ് സൈക്ലോഹെക്സൈൻ ആണ് എന്നുണ്ടെങ്കിൽ ബേസിക്കലി 6 കാർബണാണ്. സൈക്ലോഹെക്സൈന് 6 കാർബൺ ആറ്റം ആണ്. സോ ഒരു റെഗുലർ ഹെക്സഗൺ ആയിരിക്കും. സോ ഇവിടെ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആയിരിക്കും. അപ്പം മൂന്നിൻ്റെ ആംഗിൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ. സോ ബേസിക്കലി ഈ പടവും നോക്കി വെക്കുക. ഈ പടം വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. സോ ഈ പടം വരച്ചുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. സോ ഈ സൈക്ലോബ്യൂട്ടൻ, സൈക്ലോപെൻറ്റീൻ ആൻഡ് സൈക്ലോഹെക്സൈൻ്റെ ഫർദർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് നമ്മുടെ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അത് നോക്കിയാൽ മതിയായിരിക്കും കേട്ടോ. ഇനി നമ്മൾ പറയുന്ന ഡ്രോബാക്ക് ഓഫ് ബെയേഴ്സ് സ്ട്രെയിൻ തിയറിയാണ്. ഒരുപാട് ഡ്രോബാക്ക് ഉണ്ട്. അതായത് ലിമിറ്റേഷൻ ഓഫ് ബെയേഴ്സ് സ്ട്രെയിൻ തിയറി ഈസ് അസ്യൂം ഓൾ ദാറ്റ് സൈക്ലോപ്രോപ്പൈൻസ് ആർ പ്ലാനാർ. അതായത് പുള്ളിക്കാരൻ പറഞ്ഞു എല്ലാ സൈക്ലോപ്രോപ്പൈൻസ് എന്താണ്? പ്ലാനാർ ആണെന്ന് പറഞ്ഞു. അല്ല, ബെയേഴ്സ് വാസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓഫ് ആംഗിൾ സ്ട്രെയിൻ ഇൻ ലാർജ് റിംഗ് സിസ്റ്റം. അതായത് വലിയ റിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പുള്ളിക്കാരനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ബെയേഴ്സ് അനുസരിച്ച് സൈക്ലോപെൻറ്റീൻ എന്ന് പറയുന്നത് മസ്റ്റ് സ്റ്റേബിൾ ദാൻ സൈക്ലോഹെക്സൈൻ ബട്ട് പ്രാക്ടിക്കലി റിവേഴ്സ്. അതായത് ബേസിക്കലി സൈക്ലോപെൻറ്റീൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്ലോഹെക്സൈൻ എന്തായിരിക്കണം? മോർ സ്റ്റേബിൾ ആയിരിക്കണം അല്ലേ. എന്നാൽ എന്താണ്? തിരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. ആൻഡ് ലാർജർ റിംഗ് സിസ്റ്റം ആർ നോട്ട് പോസിബിൾ അക്കോർഡിംഗ് ടു ബെയേഴ്സിന് പ്രകാരം വലിയ റിംഗ് സിസ്റ്റം ഒന്നും പറ്റത്തില്ല എന്നുള്ളതാണ്. ആസ് ദേ ഹാവ് നെഗറ്റീവ് സ്ട്രെയിൻ ബട്ട് ദേ എക്സിസ്റ്റ് മച്ച് സ്റ്റേബിൾ. അതിന് കാരണം എന്ന് വെച്ചാൽ ലാർജ് റിംഗ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ നെഗറ്റീവ് ആയിട്ടുള്ള സ്ട്രെയിൻസ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ പോലും അത് സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ലാർജ് റിംഗ് സിസ്റ്റം ആർ നോട്ട് പ്ലാനർ ബട്ട് പക്കർ ടു എലിമിനേറ്റ് ആംഗിൾ സ്ട്രെയിൻ. അപ്പോൾ എന്താണ് ലാർജ് റിംഗ് സിസ്റ്റം വെച്ചാൽ പ്ലാനർ അല്ല, എന്നാൽ തന്നെയും ആംഗിൾ സ്ട്രെങ്സ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും ആയിരുന്നു അതിൻ്റെ ഡ്രോബാക്സ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ പറയാൻ പോകുന്നത് സാക്കേഴ്സ് മോസ് കൺസെപ്റ്റ് ആണ്. സോ ഇത് ഇച്ചിരി എൻ്റെ ഡിഫറെൻ്റ് ആണ്. അതായത് ഇൻ ഓർഡർ ടു അക്കൗണ്ട് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് സൈക്ലോ ആൽക്കീൻസ് ബിയോണ്ട് സൈക്ലോപെൻറ്റീൻ. സോ സൈക്ലോപെൻറ്റീനെ വെച്ച് നോക്കുമ്പോൾ സൈക്ലോ ആൽക്കീൻസിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടേണ്ടതെങ്കിൽ സാക്കേഴ്സ് ആൻഡ് മോയേഴ്സ് പോയിന്റ് ഔട്ട് ദാറ്റ് സച്ച് റിംഗ് ക്യാൻ ബിക്കം ആബ്സല്യൂട്ട്ലി ഫ്രീ ഓഫ് സ്ട്രെയിൻ. അതായത് ഇങ്ങനെയുള്ള റിങ്ങുകൾക്ക് ഫ്രീ സ്ട്രെയിൻസ് ആയിട്ട് പോകാൻ പറ്റും ഇഫ് ഓൾ ദ റിംഗ് കാർബൺ ആർ നോട്ട് ഫോഴ്സ്ഡ് ഇൻ ടു വൺ പ്ലെയിൻ ആസ് വാസ് സപ്പോസ്ഡ് ബൈ ബെയേഴ്സ്. സോ ബെയേഴ്സ് എന്താ പറയുന്നത്? എല്ലാം ഒരു പ്ലെയിനിലാണ് ഇരിക്കുന്നത് പറഞ്ഞത് അല്ലേ. ഇപ്പോൾ നമ്മളെ പിക്ചർ കാണുവാണെങ്കിൽ എല്ലാം ഒരു പ്ലെയിനിലായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. എന്നാൽ ഇവിടെ ഒരു 3D ഷേപ്പിലേക്ക് മാറുന്നു എന്നുള്ള രീതിയിലാണ് കാണിച്ചു കൊണ്ടിരുന്നത്. അതായത് നമ്മുടെ 109 തന്നെയാണ് നമ്മളൊരു 3D ഷേപ്പിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതായത് 2 പ്ലാനാറിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ബോട്ട് ഫോം അല്ലെങ്കിൽ ചെയർ ഫോമിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ബോട്ട് ഫോമിലാണെങ്കിൽ കാർബൺ 1, 2, 4 and 5 ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. 1, 2, 4, 5 ഒരേ പ്ലെയിനിലും കാർബൺ 3, 6 എന്ന് വെച്ചാൽ എബോവ് ദ പ്ലെയിനിലും ആയിരിക്കും എന്നാണ് എവിടെ പറഞ്ഞത്? ബോട്ട് ഷേപ്പ്. ഇത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. സോ ഇവിടെ ഇൻ കേസ് ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ സാക്കേഴ്സ് മോസിൽ എഴുതേണ്ട കാര്യം എന്ന് വെച്ചാൽ ബോട്ട് ഫോമിലാണെങ്കിൽ 1, 2, 4, 5 എന്ന് വെച്ചാൽ സെയിം പ്ലെയിനും കാർബൺ 3, 6 ആണെങ്കിൽ എബോവ് ദ പ്ലെയിനുമാണെന്ന് പറഞ്ഞു.
ഇനി ചെയർ ഫോമിലാണെങ്കിൽ 1, 2, 4, 5 സെയിം പ്ലെയിനും 6 എബോ ദ പ്ലെയിനും ആയിരിക്കും. ആൻഡ് കാർബൺ 3 എന്ന് പറയുന്നത് അതിന് താഴെയായിരിക്കും എന്നുള്ള രീതിയിലാണ് ചെയർ ഫോമിൽ പറഞ്ഞത് എന്നുള്ളതാണ്. സോ അതിൻ്റെ പിക്ചേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ബോട്ട് ഫോം, ചെയർ ഫോം. ഇത് അതുപോലെ വരച്ച് വെക്കാം, മാർക്കൊക്കെ അതുപോലെ കിട്ടും കേട്ടോ. സോ ഇതാണ് സ്ട്രെയിൻലെസ് തിയറി. സോ നെക്സ്റ്റ് വൺ പറയാൻ പോകുന്ന കോൾസൺ ആൻഡ് മോഫൽസ് മോഡിഫിക്കേഷൻ ആണ്. സോ ഇവിടെ പുള്ളിക്കാരൻ ബെയർ സ്ട്രെയിൻ തിയറിനെ കുറച്ചും കൂടെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് പറഞ്ഞു. അതായത് നോർമലി കാർബൺ ബോണ്ട് ഓഫ് സൈക്ലോപ്രോപ്പൈൻ ഒക്കെ പറയുന്നത് പാടായിരുന്നു, അതിൻ്റെ സ്ട്രെയിൻസിൻ്റെ അകത്ത് പറയാൻ പാടായിരുന്നു. എന്നാൽ ഈ കോൾസൺ ആൻഡ് മോഫൽസ് പുതിയ 2 കാര്യങ്ങൾ കൊണ്ടുവന്നു. അതായത് ടെട്രാഹെഡ്രൽ ജോമെട്രി ആൻഡ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആംഗിൾ എന്ന് പറയുന്ന 2 സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അത് പുതിയൊരു ടൈപ്പ് ഓഫ് ബോണ്ട് കാൾഡ് ബനാന ബോണ്ട് അല്ലെങ്കിൽ ബെൻഡ് ബോണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. സോ ഇത് ഇന്റർമീഡിയറ്റ് ബിറ്റ്വീൻ സിഗ്മ ബോണ്ട് ആൻഡ് പൈ ബോണ്ട്, സിഗ്മ ബോണ്ടിൻ്റെയും പൈ ബോണ്ടിൻ്റെയും ഇന്റർമീഡിയറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണ് എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. ആ പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ ബനാന ബോണ്ട് പിക്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്, അത് വരച്ച് പഠിക്കുക. ഇത് അതുപോലെ വരച്ചാൽ മാത്രം മതിയായിരിക്കും. സോ ബേസിക്കലി ദ ബോണ്ട് ആർ ബെൻഡ് ടുവാർഡ് ദ ഡിറക്ഷൻ ഓഫ് ആംഗിൾ സ്ട്രെയിൻ. ആംഗിൾ സ്ട്രെയിൻ എങ്ങോട്ടാണ് അങ്ങോട്ടാണ് ഈ ബോണ്ടുകൾ ബെൻഡ് ആവുന്നത്. ബെൻഡ് ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. ഈ മോളിക്കുലർ ആക്സസ് കാണുന്നുണ്ടാവും. സോ അതിന്റെ കൂടെ തന്നെ ബെൻഡ് ആയി വരികയാണ് ചെയ്യുക. ദ ബോണ്ട് ആർ ബെൻഡ് ടുവാർഡ് ഡിറക്ഷൻ ഓഫ് ആംഗിൾ സ്ട്രെയിൻ. ആംഗിൾ സ്ട്രെയിൻ എങ്ങോട്ടാണ് അങ്ങോട്ടായിരിക്കും ബോണ്ട് ബെൻഡ് ചെയ്യുക. സോ ദേ ആർ സംവാട്ട് മോർ അൺസ്റ്റേബിൾ. അതുകൊണ്ട് തന്നെ അൺസ്റ്റേബിൾ ആണ് ദാൻ സിഗ്മ ബോണ്ട്. സിഗ്മ ബോണ്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അൺസ്റ്റേബിൾ ആണ് ആൻഡ് ലെസ് അൺസ്റ്റേബിൾ ദാൻ പൈ ബോണ്ട്. പൈ ബോണ്ടിനേക്കാളും പിന്നെ ലെസ് സ്റ്റേബിൾ ആണെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പോയിന്റ്സ്. ഇത് ഓരോന്നും പഠിച്ചു വെക്കുക. ഇതിൽ ഉറപ്പായിട്ടും ചോദിക്കും. ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.